വയനാട്ടിലെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിവരത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. ദുരന്ത ഭൂമിയിൽ ജനകീയ തിരച്ചിലാണ്. ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തിരച്ചിൽ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു. ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഈ തെരച്ചിലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അനശ്വര നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചൂരൽമലയിൽ നിന്നും. അനശ്വര, അല്പസമയം മുമ്പ് സന്നദ്ധ പ്രവർത്തകരുമായിട്ട് അനശ്വര സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ ഉണ്ടല്ലോ, അതായത് അവിടെ എത്തുന്ന ജനങ്ങളുടെ സുരക്ഷയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കൂടി കടക്കുന്നത്. അത് എത്രത്തോളമായി? 9 മണി വരെയാണല്ലോ സമയം കൊടുത്തിരിക്കുന്നത്. പൂജ, ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് സന്നദ്ധ പ്രവർത്തകരുടെ പുറകിലായിട്ട് നമ്മൾ ബെയിലി പാലത്തിന് സമീപത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് 9 മണിക്കുള്ളിൽ അകത്തു കയറണമെന്നുള്ള കർശനമായൊരു നിർദ്ദേശമുണ്ട്. അത് ഈ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് തന്നെ തിരച്ചിലിനെത്തുന്നവരുടെ സുരക്ഷ മുന്നിട്ടെടുത്തുകൊണ്ട് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പുഞ്ചിരിമട്ടത്തൊക്കെ ജനകീയ തിരച്ചിലുണ്ടായിരുന്നല്ലോ 11 മണി വരെ. ആ സമയത്തും പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൃത്യമായി ഈ തിരച്ചിൽ നടത്തുന്നവരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതായി കണ്ടു. എല്ലാവരെയും ചെന്ന് വിളിച്ച് അലേർട്ടായി അവരോട് നമുക്കവിടെ ഒരു മഴയുടെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേനും എല്ലാവരെയും ഇവർ താഴേക്ക് തന്നെ ഇറക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ അത്രയും നല്ലൊരു പ്രവർത്തനം, ശരിക്കും മാതൃകാപരമായൊരു പ്രവർത്തനമാണ് ഇത്രയും ദിവസങ്ങളായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുൻപിൽ അപ്പോൾ ഇവരുടെ രജിസ്ട്രേഷൻ എന്തിന് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ, അതായത് സാധാരണ മനുഷ്യരാണ്, നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. ഇവർക്ക് വലിയ പരിശീലനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു കണ്ണീർ പെയ്യുന്നുണ്ട് തോരാതെ ഈ മഴക്കാലത്ത് എന്ന് മനസ്സിലാക്കി അതറിഞ്ഞ് ഇവർ കൂട്ടായ്മയായി ചേർന്ന് അങ്ങനെ എത്തിയവരാണ്. ഇപ്പോൾ സേവാഭാരതി കോഴിക്കോട്, പാലക്കാട് എന്ന് വന്ന കുറച്ച് ആളുകളോട് നമ്മൾ സംസാരിച്ചു. അവരിപ്പോൾ തെരച്ചിലിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് അവരെത്തിയത്. അവരുടെ കയ്യിൽ തൂമ്പയും പിക്കാസും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതായത് അവർ ഏത് സമയത്ത് വരെയും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, വയനാടിനൊപ്പം ഉണ്ടാകും, ആളുകളെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാകും എന്നുള്ളതാണ്. വേറൊരു കാര്യം കൂടി പറയേണ്ടത്, നേരത്തെ അരുൺ ഇവിടുത്തെ നാട്ടുകാരനായൊരു വ്യക്തിയോട് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് കണ്ടപ്പം ഇവിടെയൊക്കെ ഒരുപാട് വ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അത്രയും മനോഹരമായൊരു സ്ഥലമാണ്. ഇനി ഈ നാടിനെ ഈ രീതിയിൽ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്കും ഇത് വന്ന് കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ ഒരു മനസമാധാനം കിട്ടാനും നമുക്കിപ്പോൾ മനസമാധാനം കിട്ടാനും പച്ചപ്പ് കിട്ടാനും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. നമുക്കറിയാം എല്ലാവരും ഒരു തവണയെങ്കിലും വന്നു പോയിട്ടുള്ള സ്ഥലമായിരിക്കും വയനാട് എന്ന് പറയുന്നത്. ആ ചുരം കയറി ഇങ്ങ് എത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുഞ്ചിരിമട്ടം അല്ലെങ്കിൽ ചൂരൽമല, മുണ്ടക്കൈ എന്നൊക്കെ പറയുന്നത് അത്രമേൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പണ്ടൊക്കെ പൂജ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളോടൊക്കെ പറയുമല്ലോ, ഈ വീട് വരച്ചു നോക്കൂ. നമ്മൾ ചിത്രം വരയ്ക്കാനൊക്കെ പഠിപ്പിക്കുമ്പോൾ വീടും പ്രകൃതിയും ഒക്കെ വരയ്ക്കാൻ പറയുമല്ലോ. അപ്പം നമ്മളൊക്കെ വരയ്ക്കുന്ന ചിത്രങ്ങളൊന്ന് ഓർത്ത് നോക്കി. അതായത് ഒരു വീടുണ്ടാകും, ആ വീടിന് പിന്നിൽ ഒരു കുന്നുണ്ടാകും, ഒരു മലയുണ്ടാകും, ആ മലമുകളിൽ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ടാകും. ആ ഉദിച്ചു നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് തന്നെ ഒരു അരുവി ഇങ്ങനെ ഒഴുകി നമ്മുടെ വീടിനോട് ചേർന്നൊരു പുഴയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും, വളർത്തുമൃഗങ്ങളുണ്ടാകും. അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച പ്രകൃതി രമണീയത. അത് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. ഉണ്ടായിരുന്ന എന്ന് എടുത്തു പറയണം, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, അതിജീവനത്തിന്റെ പാതയിലാണ് ഇവിടെയുള്ള മനുഷ്യരെന്ന് പറയുമ്പോഴും ഇനി ഇവിടുത്തെ മക്കളോട്, ഇപ്പൊ ചെറുതായിരിക്കുന്ന ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യരോട്, ആ മക്കളോട് നിങ്ങൾ പ്രകൃതിയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അവർ ഒരുപക്ഷെ ഇതൊന്നും വരയ്ക്കില്ല. കാരണം അത്രയ്ക്ക് അവർക്ക് പേടിയായിപ്പോയി. പ്രകൃതിയാണ്, ഈ പ്രകൃതി ഭംഗി, വയനാട്ടിലേക്ക് പ്രകൃതി ഭംഗി കൊണ്ട് ആളുകൾ വന്നിരുന്നു എന്നുള്ളത് ഇപ്പോൾ ആ പ്രകൃതി ക്ഷോഭത്തിൽ തന്നെ ഇത്രയും ഉറ്റവരെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. ഇന്നലെ പ്രധാനമന്ത്രി ഇവിടെ വന്ന സമയത്ത് ക്യാമ്പുകളിലൊക്കെ സന്ദർശനം നടത്തിയല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെറുതെ നടക്കുന്ന സമയത്ത് ഒരു 4 കുടുംബം അവരിങ്ങനെ ഓടി വരുന്നത് കണ്ടു. അപ്പം ഇവർ ആരാണെന്നോ എന്താണെന്നോ നമുക്ക് മുൻപരിചയമില്ല. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പം അതിലൊരു കുട്ടിയുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പം മുണ്ടക്കൈയിലായിരുന്നു. അതായത് പുഞ്ചിരിമട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ ഈ നമ്മുടെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറയുന്ന പ്രഭവസ്ഥാനത്തിന് ഏകദേശം അടുത്തായിട്ടാണ് ഇവർ താമസിക്കുന്നത്. നമ്മൾ ഹാനിയുടെ വാർത്തയൊക്കെ കണ്ടിരുന്നല്ലോ, ഹാനിയുടെ കുടുംബക്കാരാണ്. അങ്ങനെ ഈ കുട്ടി നമ്മളോട് പറയുന്നത് ഇനി മുണ്ടക്കൈ ഞങ്ങൾക്ക് വേണ്ട, മുണ്ടക്കൈയിലേക്ക് പോകാൻ പേടിയാണ്, അത്രയ്ക്കുണ്ടായിരുന്നു ആ രാത്രിയുള്ള നിലവിളി എന്നാണ് പറയുന്നത്. അപ്പം നേരത്തെ അരുൺ പറഞ്ഞു റീബിൽഡ് മുണ്ടക്കൈ എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ഈ ബെയിലി പാലം എന്ന് പറയുന്നത്, നമ്മൾ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു
പാലമായിരുന്നു. ആ പാലം ഒലിച്ചു പോയതാണ് സത്യത്തിൽ ഈ ദുരന്തത്തിൻ്റെ തീവ്രത ഇത്രയും വർദ്ധിച്ചത്. കാരണം രക്ഷാപ്രവർത്തനത്തിന് ആളുകൾക്ക് എത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഈ ബെയിലി പാലം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ തമ്മിൽ ബന്ധിപ്പിച്ചത് ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന രണ്ട് സ്ഥലത്ത് മാത്രമല്ല, ഇവിടുത്തെ ആളുകളുടെ ഒരു സൗഹൃദത്തെയായിരുന്നു. അതിനൊരു കാരണമെന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾ കൂടുതലും ബന്ധുക്കളാണ്, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഇവർ അറിയുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവരുടെ ഉറ്റവർ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് രക്തബന്ധമുള്ളവർ മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട അച്ഛനോ അമ്മയോ മാത്രം നഷ്ടപ്പെട്ട വിഷമമല്ല ഇവർക്ക്. ഇന്നലെ സംസാരിച്ച മുജീബ് എന്ന് പറയുന്ന വ്യക്തി ഖത്തറിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വീടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സങ്കടം അദ്ദേഹത്തിൻ്റെ വീട് അവിടെയുണ്ട്, പക്ഷേ അതിനപ്പുറത്തുള്ള വീടുകളൊന്നുമില്ല. അവരെ കണ്ടിട്ട് 2 വർഷമായി, ഇനി അവരെ കാണാൻ കഴിയില്ല. അവരുടെ ഒരു അവസാനമായിട്ട് അവരുടെ ഒരു ഫോട്ടോ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്നുള്ള അത്രയും വിഷമത്തോടെ നമ്മളോട് സംസാരിക്കുക. എന്നിട്ടും അവരുടെ കണ്ണിൽ കണ്ണീരില്ല. അപ്പം ഞാനിങ്ങനെ ഇതെല്ലാം കേട്ട് നിന്നപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോവുക. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞങ്ങൾ കരയാത്തതെന്നുള്ളത്. 12 ദിവസമായി, ഇന്നലെ 12-ാം ദിനമാണ്, 12 ദിവസമായി ഞങ്ങൾ കരഞ്ഞിപ്പോൾ ഞങ്ങൾക്ക് കണ്ണീരൊന്നുമില്ല. ഞങ്ങൾ മരവിച്ച് നിൽക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഇത്രയും 300-ലധികം ആളുകൾ വീടുകളുണ്ടായിരുന്ന സ്ഥലം, അവിടെ നിന്ന് ഇനി ഞങ്ങൾ അവശേഷിക്കുന്ന 50-60 വീടുകളിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിനി ഒന്നിച്ച് നിൽക്കണം. അതുകൊണ്ട് മുണ്ടക്കൈ വേണ്ട, പക്ഷേ സർക്കാർ പറയുന്ന ഏത് സ്ഥലത്തും ഞങ്ങൾ താമസിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ ഒറ്റപ്പെടുത്തി കളയരുത്, നമ്മളെ ഒന്നിച്ച് തന്നെ ചേർക്കണം എന്നുള്ളതാണ്. അത്രമേൽ നിഷ്കളങ്കരായ ആളുകൾ ഒന്നിച്ച് ഒരു കൂട്ടമായി ഇനി അവർക്ക് ഒന്നിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ പറയുന്ന ഇന്നത്തെ ജനകീയ തിരച്ചിൽ പോലും അതിനു വേണ്ടിയിട്ടാണ്. ആരോരുമില്ലാത്ത ഒരുപാട് പേരെ, തിരിച്ചറിയപ്പെടാതെ പോയ ഒരുപാട് പേരെ പുത്തുമലയിൽ സംസ്കരിച്ചു. ഇന്നലെ അവസാനമായി കിട്ടിയ 3 മൃതദേഹങ്ങളും 1 മൃതദേഹ ഭാഗവും അവിടെ സംസ്കരിക്കുകയുണ്ടായി. മൃതദേഹ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടായി വീണ കുഞ്ഞിനെ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് പോവല്ലോ, അതുപോലെയാണ്. അത് ഏതാണ് ശരീരഭാഗം എന്ന് എനിക്ക് അങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് വരികയാണ്. ശരിയാണ്, ഇന്ന് ജനകീയ തെരച്ചിലാണ്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടാകും, തങ്ങളെ നഷ്ടപ്പെട്ടു പോയവർ ആ മണ്ണിനടിയിൽ ഒരുപക്ഷെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും. പുത്തുമലയിൽ അനശ്വര ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പേരെന്താണ്, മേൽവിലാസം എന്താണ് എന്നറിയാത്ത കുറേ മനുഷ്യർ, മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു, മൃതദേഹ അവശിഷ്ടങ്ങൾ. അനശ്വര ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പോകുന്ന അത്രയുള്ള ശരീരഭാഗങ്ങളൊക്കെയാണ് പുത്തുമലയിൽ സംസ്കരിച്ചത്. അത് നമ്മൾ കണ്ടതാണ്. അവരാരാണെന്ന് എന്നുകൂടി തിരിച്ചറിയണം. DNA പരിശോധന ഫലം വന്നതിന് ശേഷം കൃത്യമായിട്ടും അവർക്ക് മേൽവിലാസവും ഉണ്ടാകണം. അവരാരാണ് എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുക എന്നത് ശരിക്കും അവിടെ അതിജീവിച്ച ആ മനുഷ്യരെ സംബന്ധിച്ച് ഒരുപക്ഷെ മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ആശ്വാസമായിരിക്കും. കാരണം ആശ്വാസം എന്ന് പറഞ്ഞാലും വേദന ഉണ്ടാകും. കാരണം ഇപ്പോൾ ഒരു മനുഷ്യനെ കാണാതായി എന്ന് പറഞ്ഞാൽ എവിടെയാണ്, എന്താണ്, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായിരിക്കും. ഒന്നും അറിയാതെ മരവിച്ച മനസ്സുമായിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു കാര്യം കൂടിയായിരിക്കും ഒരുപക്ഷെ തിരിച്ചു കിട്ടുക എന്നുള്ളത്, ആ പേരറിയുക എന്നുള്ളത്, എന്ത് സംഭവിച്ചു എന്നറിയുക ഉള്ളത്. അങ്ങനെയുള്ള നടപടികളും അവിടെ മുന്നിലേക്ക് പോവുകയാണ്. നമുക്ക് അരുൺ അമൃതനാഥിലേക്ക് കൂടി പോകാം. ചൂരൽമലയിൽ അരുണുമുണ്ട്. മുണ്ടക്കയിലേക്ക് പോവുകയായിരുന്നു അരുൺ. മുണ്ടക്കയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചും ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ 6 സോണുകളാണ്. കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെയായിരിക്കും ജനകീയ തെരച്ചിൽ. അരുൺ അല്പസമയം മുമ്പ് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് പോകുന്നത്? എപ്പോൾ തുടങ്ങാനാകും? നമ്മളിപ്പോൾ ഈ വഴിയിലൂടെ നടന്നു വരുമ്പോൾ നമുക്ക് സന്നദ്ധ സേവകരെ കണ്ടിരുന്നു. അവരൊക്കെ മുകളിൽ എത്തിയവരുണ്ട്. ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, അഗ്നിരക്ഷാ സേനയുടെ അംഗങ്ങൾ അവരിവിടെ തയ്യാറെടുപ്പും ബ്രീഫിങ്ങും ഒക്കെ നടത്തുന്നത് കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തി തെരച്ചിൽ നടത്താനുള്ള ഒരു ആരംഭത്തിലാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തെരച്ചിൽ എന്തായാലും ആരംഭിച്ചിട്ടില്ല. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം വിശാലമായി തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ അനശ്വരയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ആളുകളുടെ കാര്യം പറഞ്ഞു, ഈ സന്നദ്ധ പ്രവർത്തകരുടെ കാര്യം. അത് ഞങ്ങളിങ്ങനെ ഓരോ ദിനവും പറയുകയായിരുന്നു. ഇപ്പോൾ ഭക്ഷണം എത്തിച്ച് നൽകുകയാണെങ്കിലും ആദ്യ ദിനമൊക്കെ കൃത്യമായി എല്ലാവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. വഴിയിലൊക്കെ മടങ്ങി പോകുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചാണോ എന്ന് ചോദിക്കുന്നു. അവരിപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. വൈറ്റ് ഗാർഡിൻ്റെ, DYFI യൂത്ത് ബ്രിഗേഡിൻ്റെ, SYSൻ്റെ, യൂത്ത് കെയറിൻ്റെ ഒക്കെ അങ്ങനെ ഒട്ടനവധി സംഘടനകളുണ്ട്. അത് തുടക്കം മുതൽ തന്നെ അജയേട്ടനുണ്ട്. ഈ നാട്ടുകാരനാണ്. നിങ്ങളെ ഈ പ്രദേശവാസികളല്ലാത്തവർ പോലും ഈ കണ്ണൂർ, മലപ്പുറം, വയനാട്, ഇവിടെ കോഴിക്കോട്, ഇവിടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സേവനം ഇപ്പോഴും എത്ര ഊർജ്ജമാണ് നൽകിയല്ലേ നാട്ടുകാർക്കും കൂടെ. അത് നമുക്കൊരു വാക്കുകളിൽ പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. അത്രയും
ഭീകരമായിട്ട് അവർ ആ ഒരു അവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഓരോ ബോഡി എടുക്കുമ്പോഴും അവരുടെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പോലും ബോഡി എടുത്ത ഈ വൈറ്റ് ഗാർഡ് പോലുള്ള അതേപോലെ സന്നദ്ധ സംഘടന DYFI സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകളും അതേപോലെ തന്നെ പ്രദേശവാസികളും എല്ലാവരും കൂടി കൂട്ടമായിട്ട് നടത്തിയ ഒരു തെരച്ചിൽ തന്നെ വേണമെങ്കിൽ ഇതിനോട് പറയാം. നമ്മളെ നാട്ടുകാർ ഇവിടെ അധികം ആളുകൾ ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ നമ്മളെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്നത്. അവരുടെ നാടായി മാറിയെന്ന് പലരും പറയുന്നുണ്ട്. നിങ്ങൾ ഈ നാട്ടുകാരാണ്, നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ഈ സ്ഥലം അറിയുന്നവരാണ്. എന്നിട്ട് പോലും അവർക്ക് സ്ഥലം അറിയില്ല. പക്ഷേ അവരുടെ നാടായി മാറിയതുപോലെ തന്നെ ഓരോരുത്തരെയും അവർ പരിചരിക്കുന്നത്, ഓരോരുത്തരെയും അവർ വഴി കാട്ടുന്നതും അവരുടെ അധ്വാനമൊക്കെ പലപ്പോഴും നമ്മൾ കണ്ട സൈന്യമൊക്കെ ഇറക്കാൻ മടിഞ്ഞ സ്ഥലങ്ങളിൽ പോലും ഈ പ്രവർത്തകർ ഇറങ്ങുന്നുണ്ട്. അവരുടെ ഒരു ആത്മസമർപ്പണവും മനോധൈര്യം തന്നെ അല്ലേ? 100%. നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഈ ഓരോരുത്തരും എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി, നമ്മളെ നാട്ടിന് വേണ്ടി, നമ്മളെ മുണ്ടക്കായി ചൂരൽമല പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി, അതായത് നമ്മുടെ കേരളം, തമിഴ്നാട് എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഈ ഒരു പ്രദേശത്തെ നമുക്ക് സഹായഹസ്തവുമായി വന്ന് ഓരോ നിമിഷവും, അതായത് ടൗണിൽ പോലും നമുക്കതിൻ്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഓരോരുത്തരുടെ മനസ്സിലും ജാതി മത രാഷ്ട്രീയ ചിന്തകളെല്ലാം തന്നെ വെടിഞ്ഞ് അവരെല്ലാം ഒറ്റക്കെട്ടായി ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. അതെ, നാടിന് വേണ്ടി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നാടിന് വേണ്ടി നമുക്ക് അതിജീവിക്കണം എന്ന ചിന്താഗതിയോടെ ഇറങ്ങിയവരാണ്. ഈ വേദന ഉണ്ടാക്കുന്നത്, ഈ വലിയൊരു വേദനയാണ് നമുക്കുണ്ടായത്, അതിനെയും അതിജീവിക്കണം. പലപ്പോഴും ആ മുറിവ് ഉണങ്ങാത്ത തന്നെയാണ്, ആയുഷ്കാലം മുഴുവൻ ആ മുറിവ് ഉണങ്ങുക. പക്ഷേ മുന്നോട്ട് നമുക്ക് പോകണം എന്നുള്ളൊരു ചിന്ത ഈ ഒരു പ്രവർത്തനത്തിൽ തന്നെ ഓരോ ദിനങ്ങളും നമ്മൾ കണ്ടു. ഇവരുടെയൊക്കെ നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, ഇവരൊക്കെ കാണിക്കുന്ന ഒരു മനോധൈര്യവും നിശ്ചയദാർഢ്യമുണ്ട്. അതൊക്കെ തന്നെയാണ് നമുക്ക് കരുത്തായത്. പല മേഖലകളിലും നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ പലതും പ്രളയവും കോവിഡും ഒക്കെ കണ്ടവരാണ്, നിപ്പയൊക്കെ കണ്ടവരാണ്. പക്ഷേ അതിനേക്കാൾ ഏറെ ഒരു ആഘാതം ഉണ്ടാക്കിയ ഒരു ദുരന്തം തന്നെയാണ് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലേതെന്നും സംശയമില്ല. അതിൻ്റെയൊക്കെ ഒരു അവശേഷിപ്പ് ഇപ്പോഴും ഉണ്ട്. പലപ്പോഴും നമ്മളിപ്പോൾ ഈ ആശ്വാസം കണ്ടെത്തുകയാണ്. സത്യം പറഞ്ഞാൽ ഈ വേദനയ്ക്കിടയിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുകയാണ്. അത്തരത്തിലുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്, അത്തരത്തിലുള്ള മനുഷ്യരിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് അത് തന്നെയാണ് പൂജ. നമുക്കൊരു ശുഭാപ്തി വിശ്വാസം നൽകുന്ന, മുന്നോട്ട് പോകാൻ ഊർജ്ജമുള്ള, പ്രതീക്ഷയുള്ള വാർത്തകൾ നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ്. ഈ പ്രദേശത്തേക്ക് നടക്കുമ്പോൾ എന്ത് മനോഹരമായ പ്രദേശം, ഈ തേയിലത്തോട്ടത്തിന് നടുവിലൂടെ, ഈ കുന്നിൻ ചെരുവിലൂടെ ഇങ്ങനെ നടന്നു കയറുമ്പോൾ നമ്മൾ അറിയുന്നില്ല, അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളത്. പക്ഷേ മറുവശമുണ്ട്, നടുക്ക് വിണ്ട് കീറി പൊട്ടിക്കിടക്കുന്ന പുഞ്ചിരിമട്ടത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ, അതിൻ്റെ ഒരവശേഷിപ്പ് അത് തന്നെയുണ്ട്. ആ ദൃശ്യത്തിൽ തന്നെ, ഈ നടന്ന കാഴ്ചയിൽ തന്നെ ഉണ്ട്. കാരണം മനോഹരമായ പച്ച നിറഞ്ഞ കുന്ന്, അതിന് നടുവിൽ